ഏറ്റവും ബഹുമാനപ്പെട്ട യോഗാധ്യക്ഷൻ, എൻ്റെ പ്രിയ സുഹൃത്തു കൂടിയായ ഗുരുവായൂർ സോഷ്യലിസ്റ്റിൻ്റെ എല്ലാമായ ശ്രീ അനിൽകുമാർ, വേദിയിലുള്ള മറ്റ് സമാരാധ്യരെ, സദസ്സിലിരിക്കുന്ന സഹോദരി സഹോദരന്മാരെ, നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ആശംസകൾ, അഭിവാദനങ്ങൾ, പ്രാർത്ഥനകൾ അർപ്പിക്കുകയാണ്. അനിൽകുമാരെ ഞാനുമായിട്ട് വളരെ നീണ്ട വർഷത്തെ പരിചയമുണ്ട്. പക്ഷേ ആദ്യമായിട്ടാണ് എന്നെ ഇങ്ങനെ ഒരു യോഗത്തിന് വിളിക്കുന്നത്. അതെന്തുകൊണ്ടെന്ന് എനിക്കറിയാം. നിങ്ങളുടെയൊക്കെ മനസ്സിനെ കുറിച്ച് അത്ര നല്ല അഭിപ്രായമല്ല ഉള്ളത്. നിങ്ങൾ കണ്ടിട്ടുള്ള സീരിയലുകളിലും സിനിമകളിലും ഒക്കെ സ്ഥിരമായിട്ട് കള്ളുകുടിയനായിട്ടും പെണ്ണുകുടിയനായിട്ടും ആഭാസനമായിട്ടൊക്കെയാണ് ഞാൻ അഭിനയിക്കുന്നത്. ഞാൻ ബലാത്സംഗ നടനാണെന്നാണ് പറയുന്നത്. അതിനുള്ള ഭാഗ്യം എനിക്ക് ഇതുവരെ കിട്ടിയിട്ടുമില്ല. ഒരുപാട് ബലാത്സംഗ സിനിമകളിൽ എന്നെ ക്ഷണിച്ചിട്ടുണ്ട്. പക്ഷേ ഞാൻ ഒഴിഞ്ഞു മാറി. അന്നൊന്നും എനിക്കങ്ങനെ തോന്നിയിരുന്നില്ല. വയസ്സുകാലത്ത് തോന്നിയപ്പോൾ ആരും റോഡ് തരുന്നതുമില്ല. ആ അവസ്ഥ എനിക്കിപ്പോൾ ഉള്ളത്. പിന്നെ ഇതിപ്പോൾ നിങ്ങളുടെ ഒരു കൂട്ടായ്മ എന്ന് പറഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സദസ്സായിരുന്നു. നിങ്ങളുടെ വീട്ടുജോലിക്കെന്ന് പറയപ്പെടുന്ന ജോലി, അല്ലെങ്കിൽ മറ്റുള്ളവരെ ആശ്വസിപ്പിക്കുന്ന ജോലി, അല്ലെങ്കിൽ ആശുപത്രിയുടെ രോഗികളെ ശുശ്രൂഷിക്കുന്ന ഒരു ജോലി എന്നൊക്കെ പറയുന്നത് ഞാൻ പറയും ഏറ്റവും കൂടുതൽ മഹത്തരമായ ജോലികളിൽ പെട്ട ഒന്നാണ് എന്നാണ്. മറ്റുള്ളവരെ സ്നേഹിക്കുവാനും സഹായിക്കുവാനും സഹകരിക്കുവാനും മറ്റുള്ളവരുടെ തെറ്റുകളോട് ക്ഷമിക്കുവാനുമാണ് ദൈവം നമ്മളെ ജനിപ്പിച്ചിട്ടുള്ളത്. ചിലർ അങ്ങനെയായി പോകുന്നു, ചിലർ ഇങ്ങനെയായി പോകുന്നു. നിങ്ങളുടെ തലവിധി വീട്ടിൽ ജോലിയെടുത്ത് ജീവിക്കാൻ അതൊരു മോശമായ ജോലിയാണെന്ന് എനിക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല. കാര്യം എൻ്റെ ജീവിതത്തിൽ ജോലിക്ക് ചെയ്യുന്നവരുടെ കണക്കെടുത്ത ഒരുപാടുണ്ട്. കാര്യം എൻ്റെ വീട്ടിൽ നിൽക്കത്തില്ല. എന്നെ പേടിച്ചാൽ എൻ്റെ ഭാര്യയെ പേടിച്ചു. ഭാര്യ ഒരു 4-5 ദിവസത്തിൽ കൂടുതൽ നിർത്തത്തില്ല. കാര്യം ഈ വീട്ടിൽ വരുന്ന സ്ത്രീകളല്ലേ പെൺകുട്ടികളെന്ന് പറയുന്നത് ഏതുവരും മോശക്കാരാണെന്ന് ധരിച്ചിരിക്കുന്ന ഒരു വൃത്തികെട്ട ഗ്രഹനാഥ വർഗം നമുക്ക് ചുറ്റുമുണ്ട്. പല വീട്ടുകളും അങ്ങനെയാണ്. പലരും തുറന്നു പറയുന്നതേ ഉള്ളൂ. എൻ്റെ വീട്ടിൽ നിന്നായിരുന്നു പിന്നെ 5-6 ദിവസം നീ വരുന്നതന്നെ പറയുന്നേ സാർ കാര്യമൊക്കെ ശരിയായി. ഇവിടുത്തെ കാറുമായിട്ട് കൂടുതൽ ചങ്ങാത്തൊന്നും വേണ്ട കേട്ടോ. അങ്ങനെ ആൾ ശരിയല്ല. ആദ്യമേ ആ ഒരു കണ്ണി കൂടെ എന്നാണ് നോക്കുന്നത്. അപ്പൊ അവർക്കും ഒരു ഭയമാണ്. ഇങ്ങനെ എന്നെ കയറി പിടിക്കൂ, ഇപ്പോഴത്തെ വാക്ക് പീഡിപ്പിക്കൂ. ഞാൻ അവരെ പേടിച്ച് കഴിയുന്ന ഒരാളാണ്. പൊതുവെ ഡ്യൂട്ടി ജോലിക്കെല്ലാം പേടിച്ച് കഴിയുന്ന ഒരാളാണ്. അങ്ങനെ കുറച്ച് അനുഭവങ്ങൾ എനിക്കുണ്ടായിരുന്നു. പക്ഷെ പിൽക്കാലത്ത് ഓരോരുത്തരുടെ കഥകൾ ഞാൻ കേൾക്കുമ്പോൾ വീട്ടു ജോലിക്കാർ വരുന്നവരുടെ ഓരോരുത്തരുടെ അനുഭവങ്ങൾ ഞാൻ ഷെയർ ചെയ്യാറുണ്ട്. ഇത്രയും സമൂഹത്തിൽ ഒറ്റപ്പെട്ട് കഴിയുന്ന എന്നാൽ ഒരുപാട് ദുഃഖങ്ങളുമായിട്ട് ഗതികേട് കൊണ്ടാണ് നിങ്ങളുടെ വീട്ടിലെ പാത്രം കഴുകുന്നതിനും തുണിയെടുക്കാൻ എനിക്കറിയാം. ഇപ്പൊ എന്നെ നോക്കുന്ന ഒരു കുട്ടിയുണ്ട്, വീട്ടു ജോലിക്കാരിയാണ്. വയസ്സുകാലത്ത് എൻ്റെ ഭാര്യയും മകളും ഒക്കെ ഉപേക്ഷിച്ച് നോക്കുമ്പോൾ ക്യാൻസർ കുട്ടികൾക്ക് ഒരുപാട് അസുഖങ്ങളിൽ കുടികെട്ട് ഞാൻ കഷ്ടപ്പെടുമ്പോൾ എന്നെ നോക്കാൻ വീട്ടു ജോലിക്കുന്ന പേര് പറയുന്ന അവരെ ഉണ്ടായിരുന്നു. ഞാൻ അവസാനം ഒരു കുട്ടിയെ ഞാൻ ദത്തെടുത്തു. വീട്ടു ജോലിക്കുള്ള ഒരു കുട്ടിയാണ്, തൃശ്ശൂരുകാരിയാണ്. അതിൻ്റെ കഥ ഞാൻ ഓരോ ദിവസവും കേൾക്കാറുണ്ട്. വേദനിപ്പിക്കുന്ന കഥകൾ കേട്ടപ്പോൾ എനിക്ക് തോന്നിയൊരു നോവലാണ്. ഞാൻ തുറന്നു പറയാം, ഇവരാരും തുറന്ന് പറഞ്ഞിട്ടുണ്ട്. ആ കുട്ടിയുടെ കഥ കേട്ട് ഞാനൊരു നോവൽ ആദ്യമായിട്ട് ജീവിതത്തിൽ ഒരു നോവൽ എഴുതി. ഞാനൊരു സാധാരണ എഴുത്തുകാരനാണ്. ഒരുപാട് കൃതികളൊക്കെ ഞാൻ എഴുതിയുള്ള തമാശകളല്ല. പക്ഷെ ഒരു നോവൽ എഴുതണമെന്നുള്ള എൻ്റെ ഒരു ആഗ്രഹം എനിക്കുണ്ടായത് ഈ കുട്ടിയുടെ കഥകൾ കേട്ടിട്ടാണ്. 3-ാമത്തെ വയസ്സിൽ അമ്മ മരിച്ചു. 5-ാമത്തെ വയസ്സിൽ അച്ഛൻ മരിച്ചു. രണ്ടുപേരും അച്ഛനും അമ്മ ഇഷ്ടപ്പെട്ട ആ കുട്ടിയുടെ 5-ാമത്തെ വയസ്സിൽ കുട്ടിയുടെ ചുമതല ഒരു അമ്മാവനും അച്ഛൻ്റെ പെങ്ങൾ അപ്പച്ചയ്ക്കും അമ്മാവനും ഏറ്റെടുത്തു. 5-ാമത്തെ വയസ്സ് മുതൽ ആ കുട്ടി വീട്ടു ജോലിക്ക് പോകാൻ നിയുക്തയായി. കുട്ടികളെ എടുപ്പാണ് ജോലി. പല 3 അടി നീളം ആ കുട്ടിക്ക്. കറുത്തതാണ് കുട്ടി. എൻ്റെ വീട്ടിൽ വന്നാലും കാണാൻ ഇപ്പോഴും ഉണ്ട്. ഒരു കറുത്ത സുന്ദരിയാണ്, കറുത്ത മുത്താണെന്ന് ഞാൻ വിളിക്കും. ആ കുട്ടികളെ എടുത്ത് ഒക്കത്ത് വെച്ച് നടന്ന് അതിപ്പോൾ മോഹൻലാലിൻ്റെ സൈഡിൽ കൂടെ നടക്കുന്നത്. ഒരു സൈഡിൽ അതായി ആ കുട്ടി വളർന്ന് ഒരു വീട്ടിൽ നിന്ന് മറ്റു വീടുകളിലേക്ക്, പ്രായമായപ്പോൾ മറ്റു വീടുകളിലേക്ക് അവിടെ നിന്ന് പീഡനശ്രമങ്ങൾ, ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ ഓരോ വീടുകളിൽ നിന്നും അനുഭവിച്ച അവസാനം ഇതിനെ എങ്ങനെയെങ്കിലും ആരുടെയെങ്കിലും തലയിൽ എടുക്കാം എന്നുദ്ദേശിച്ച് അതിനെ വിവാഹം കഴിക്കാനായിട്ട്
തീരുമാനിച്ചു ഈ അപ്പച്ചി അമ്മാവൻ. അമ്മാവനെ പറഞ്ഞ വൃത്തികെട്ടവൻ ഈ കുട്ടിയെ പ്രായമായപ്പോൾ നോട്ടം വന്നു. നോക്കിക്കോളും, ചിന്ത നോക്കിക്കോളും. ആ കുട്ടിയെ ഒരിക്കൽ കയറി പിടിക്കാൻ നോക്കും അമ്മാവൻ, അപ്പച്ചിയുടെ ഭർത്താവ്. ആ കുട്ടി അവിടെ നിന്നൊരു എട്ടുകത്തിയിട്ട് ഒരൊറ്റ വെട്ടു വെച്ചു കൊടുത്തു. കാൽ മുറിഞ്ഞ് കൈ മുറിഞ്ഞില്ല. യേശു ആരോടും പറയരുത് ഞാൻ പിടിച്ച കാര്യം വെട്ടിയ കാര്യം. ആ കുട്ടിയെ അവിടെ നിന്ന് പാക്ക് ചെയ്ത് വേറെ വീട്ടിലേക്ക് അയച്ചു. എൻ്റെ പൊന്നു സഹോദരിമാരെ, 15ാമത്തെ വയസ്സിൽ ആ കുട്ടിയെ വിവാഹം കഴിക്കാൻ തീരുമാനിക്കുകയും ആ കുട്ടിയെ വിവാഹം കഴിക്കുന്ന ഒരാളെ കൊണ്ടുവന്ന് കാണിക്കുകയും ചെയ്യും. കുട്ടിക്ക് അഭിപ്രായമൊന്നും ആരുമില്ല, വേറെ ആരുമില്ല, മക്കളില്ല, ഭർത്താവില്ല, ചോദിക്കാനും പറയാനും ആരുമില്ല. ഈ രണ്ടുപേരേ ഉള്ളൂ. വേലി തന്നെ വിളവ് നിൽക്കുന്ന ഒരു കാലഘട്ടം. ആ കുട്ടി ഒരാളെ കണ്ടു, ചെറുപ്പക്കാരനെ കണ്ടു, ഒന്നും പറഞ്ഞില്ല, നിസ്സംഗയായി നോക്കിയിരുന്നു. കണ്ണ് നിറഞ്ഞു. താനോലിക്കാനോ ആശ്രമിക്കാനോ ഒന്നുമില്ല. ആ കുട്ടിക്ക് വന്ന ആൾക്കാരുടെ 10-22 വയസ്സുണ്ട്. കുട്ടിക്ക് 10-15 വയസ്സ്. വിവാഹം ഉറപ്പിച്ചു. വിവാഹം ഉറപ്പിച്ചെന്ന് വിവാഹ മണ്ഡപത്തിലേക്ക് അമ്മാവിയും അപ്പച്ചനെ പിടിച്ചുകൊണ്ട് വന്നു. പക്ഷേ ഈ കുട്ടി ഞെട്ടിപ്പോയി. വിവാഹവേദിയിൽ ആ കല്യാണം പന്തലിരിക്കുന്ന വേറൊരു പുരുഷനാണ്. മറ്റൊരു പുരുഷനെയാണ്, മറ്റു പ്രായം ചെന്ന ഒരു പുരുഷനാണ്. അയാളുടെ ചരിത്രം ആ കുട്ടിക്ക് അറിയില്ല. അദ്ദേഹം വിവാഹിതനാണ്. അതിനെ കളഞ്ഞിട്ട് സ്വന്തം കുഞ്ഞമ്മയെ ഇപ്പോൾ വിവാഹം കഴിച്ചില്ല വെച്ചോണ്ടിരിക്കുന്ന ഒരു വെച്ചോണ്ടിരിക്കുന്ന ഒരാളാണ്. അത്ര കണ്ട് വൃത്തികെട്ട ഒരു മനുഷ്യന്റെ തലയിലേക്ക് ഈ കുട്ടിയെ വെച്ചു കൊടുക്കുക. ജീവിക്കുന്ന ആളാ എൻ്റെ വീട്ടിലുണ്ട്. അവിടുന്ന് ആദ്യ രാത്രി വീട് ചെന്നു. വല്ല ഓല വീടൊക്കെയാണ്. ഈ തട്ടാർ സമുദായത്തിൽപ്പെട്ട ആൾക്കാർ. ആ ഓല വീട്ടിൽ ഭിത്തികളൊന്നുമില്ല. എന്താണ് ഈ തേങ്ങ ഓലകൾ കൊണ്ട്, തെങ്ങിൻ്റെ ഓല കൊണ്ട് നിറച്ച മുറികളാണ്. രാത്രി 10 മണിയായി, 11 മണിയായി, 12 മണിയായി ഭർത്താവിനെ കാത്തിരിക്കുന്ന ഈ കുട്ടി കേൾക്കുന്നത് അടുത്ത മുറിയിൽ അടക്കി പിടിച്ചുള്ള സംസാരങ്ങളും ചിരിയും കളിയും ഒക്കെയാണ്. മണ്ണെണ്ണ തീർന്നു. ഇരുട്ടും. ഈ കുട്ടി ആ അടുത്ത വീട്ടിൽ നിന്ന് നോക്കിയപ്പോൾ സ്വന്തം അന്ന് കല്യാണം കഴിച്ചിരുന്ന ഭർത്താവ് സഹോദരൻ്റെ ഭാര്യയുമായിട്ട് ലഭിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ്. നോക്കിക്കൂടെ, എത്ര ഹൃദയം തട്ടുന്ന കാഴ്ചയാണ് ആ കുട്ടിക്ക് അനുഭവം. അന്ന് തീർന്നു അവരുടെ വിവാഹബന്ധം. ഇങ്ങനെയൊക്കെ കുറച്ച് കാലങ്ങൾ പീഡനങ്ങൾ, ആത്മഹത്യാശ്രമങ്ങൾ, കൊലപാതകശ്രമങ്ങൾ, അങ്ങനെ ഒരുപാട് കഷ്ടപ്പാടുകൾ കഴിഞ്ഞ അവസാനം എല്ലാം കളഞ്ഞു ഈ കുട്ടി ഒരു ആശ്രമത്തിൽ അഭയം തേടി. അപ്പോഴത്തേക്ക് 40 വയസ്സ് കഴിഞ്ഞു. ഒരാശ്രമത്തിൽ ഞാൻ ഒരിക്കലൊരു ഇതുപോലെ പരിപാടിക്ക് വേണ്ടി ചെല്ലുമ്പോൾ ഞാൻ അവിടെ സ്വാമിജിയോട് പറഞ്ഞു, സ്വാമി എനിക്കൊരു കുട്ടിയെ ആവശ്യമുണ്ട്. എൻ്റെ വീട്ടിൽ നിൽക്കാനാണ്. മുമ്പ് 1-2 കുട്ടികളും ചില കാരണങ്ങളാൽ അവർ പോയി. കുട്ടിയെ വേണം. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, സ്വാമിജി പറയും ഇവിടെ ഒരു കുട്ടിയുണ്ട്, ഞാൻ കുട്ടിയുണ്ട്, സ്വാമി ഇഷ്ടപ്പെട്ടാൽ കൊണ്ടുപോകാം. ഞാൻ വിളിക്കാൻ പറഞ്ഞു. വിളിച്ചപ്പോൾ ഒരു കറുത്ത രൂപം കണ്ടാലൊന്നും ആർക്കും സൗന്ദര്യമൊന്നുമില്ല. ഞാൻ പറഞ്ഞു ആ കുട്ടിക്ക് എന്നെ എൻ്റെ വീട്ടിൽ നിൽക്കാൻ പറ്റുമോ എന്ന് എൻ്റെ വീട്ടിൽ വന്ന് ഒരാഴ്ച നിന്നിട്ട് ഞാൻ പറയും, ആ കുട്ടിയും പറയണം. എൻ്റെ കുഴപ്പമില്ല, ഞാനിവിടെ നിന്ന്. അപ്പോൾ കൊല്ലത്തോട് ചെയ്ത് കേട്ടപ്പോഴേ അതിൻ്റെ മനസ്സാകപ്പാടു. എന്നെ കണ്ടിട്ടുള്ള മറ്റേ വേഷങ്ങളിലാണ്. നിങ്ങളീ പറഞ്ഞ ദുഷ്ടനും വില്ലനും വൃത്തികെട്ട രാഷ്ട്രീയക്കാരനും ബലാത്സംഗ വീരനും ഒരു കണ്ടു പറഞ്ഞു. അപ്പോൾ ആ കുട്ടിക്ക് രക്ഷപ്പെടാൻ വേണ്ടി പറയും, സാരമില്ല ഞാൻ പൊക്കോളാം, എനിക്ക് ഇവിടെ നിന്നും ഈ നാട്ടിൽ നിന്ന് രക്ഷപ്പെട്ടാൽ മതി. അങ്ങനെ വീട്ടിൽ ഞാൻ വിളിച്ചുകൊണ്ട് വരികയും ഒരാഴ്ച കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു ആലോചിച്ചിട്ട് വരണം. അങ്ങനെ 2 ആഴ്ച ആലോചിച്ച് എന്തെങ്കിലും വീണ്ടും വന്നു. അങ്ങനെ ആ കുട്ടി എൻ്റെ വീട്ടിൽ ഇപ്പോഴും ഉണ്ട്. 7 വർഷമായി. അതിൻ്റെ ഓരോ കഥകളും ഞാൻ കേട്ട് എഴുതിയതാണ് ജാനപുരാണം എന്ന എൻ്റെ നോവൽ. നിങ്ങളെ പോലുള്ളവർ വായിക്കുന്ന ഒരു ബുക്കാണ്. ആ കുട്ടി കടന്നു വന്ന വഴികൾ, നിങ്ങളിൽ കടന്നു വന്ന വഴികളിൽ പലതും കാണും. നിങ്ങളുടെ ഓരോരുത്തരെയും കഥകൾ ഉണ്ടായിരിക്കാം. പക്ഷെ അവിടെ ഒരു ഗുണം ഉണ്ടായിരുന്നു. എന്തെല്ലാം എതിർപ്പുകളും നാട്ടിൽ എന്തെല്ലാം തടസ്സങ്ങളുണ്ടായിട്ടും അതിനെല്ലാം അതിജീവിച്ച് ഒടുവിൽ അവസാനം അത് നല്ലൊരു സംഘത്തിൽ ഞാൻ തന്നെ പറയും, കുഞ്ഞെ നീ നല്ലൊരു സംഘത്തിലാണ് നീ വന്നിരിക്കുന്നത്, ഒരു കുഴപ്പമില്ല. നിന്റെ മരണം വരെ ഞാൻ നിന്നെ നോക്കും, മറിച്ച് നീ എന്നെയും മരണം വരെ നോക്കണം.
അങ്ങനെ ഞങ്ങൾ തമ്മിൽ ഒരു ധാരണ എത്തി. 8 വർഷമായിട്ട് എൻ്റെ ബന്ധം. അവരുടെ രക്ഷയ്ക്ക് വേണ്ടി, ഭാവി കാര്യങ്ങൾക്ക് വേണ്ടി ഞാൻ ഒരു തുകയും ബാഗിലിട്ടിരുന്നു. ഇതെൻ്റെ വീരകൃത്യങ്ങൾ നിങ്ങളെ അറിയിക്കാൻ വേണ്ടി പറയുകയല്ല. നിങ്ങളുടെ ഓരോരുത്തരുടെയും പിന്നിൽ ഓരോ കഥകളുണ്ട്, ഓരോ പശ്ചാത്തലങ്ങളുണ്ട്, ഓരോ ദുഃഖങ്ങളുണ്ട്. നിങ്ങൾ സമൂഹത്തിൽ ഒറ്റപ്പെട്ട് നിർത്തിയിരിക്കുന്ന നിങ്ങളെ ആശ്രയിച്ച് കൂടെ കൊണ്ടുകയറുവാനും നിങ്ങൾ അർഹമായ ജോലികൾ വാങ്ങിത്തരുവാനും ഈശ്വരനാൽ നിയോഗിക്കപ്പെട്ട ഒരു സ്ഥാപനമാണ് ഈ ഗുരുവായൂരപ്പൻ അസോസിയേഷൻ എന്ന് പറയുന്നത്. എൻ്റെ അമരക്കാരൻ അനിൽകുമാർ തീർച്ചയായിട്ടും നിങ്ങളോടുള്ള അനുകമ്പ കൊണ്ടാണ്. അത് ജോലി കിട്ടുക സാധ്യമല്ല. ഞാൻ തിരുവനന്തപുരത്ത് ഇവിടെ വരുന്നവരെ ജോലിക്കാരും വീട്ടിൽ നിന്ന് ജോലിക്കാരും നാട്ടുപ്രദേശത്ത് ഗ്രാമപ്രദേശവാസികൾ, അവിടെ നിന്ന് വീട്ടിൽ ജോലിക്ക് ആവശ്യമില്ല, കൂട്ടുകുടുംബങ്ങളൊക്കെയാണ്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ആദ്യമേ ജോലി ചെയ്യാൻ എൻ്റെ ഭാര്യയ്ക്ക് ജോലിയായിരുന്നു. തൊട്ട് സ്ഥാപനം റെയിൽവേയിൽ ഡിവിഷൻ ഓഫീസിൽ ജോലിയാണ്. ഞങ്ങൾക്ക് ജോലിക്കാരെ കിട്ടാൻ ബുദ്ധിമുട്ടായി. ഞാൻ അന്വേഷിച്ചപ്പോൾ തിരുവനന്തപുരത്ത് ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം വീട്ടുജോലിക്കാരും പിന്നെ നമ്മുടെ സമൃദ്ധിയുടെ അവിടെ ഒരു മെമ്പർഷിപ്പ് വന്നാൽ അത്ര പ്രയാസം. സൂര്യ ബസ് മെമ്പർഷിപ്പ് കിട്ടാൻ പാടാണ്. പക്ഷെ ഇവിടെ ജോലിക്കാരെ കിട്ടാൻ പാടാണ്. അങ്ങനെ ജോലിക്കാർ ഓരോരുത്തർ നമ്മളെ എന്നെ കാണുമ്പോൾ ചേട്ടോ എവിടെ നമുക്ക് വേണ്ടപ്പോ എൻ്റെ സ്വഭാവം എന്തെന്നറിയാതെ തന്നെ അവർ പറയും വേണ്ട ഇയാൾ ശരിയാവത്തില്ല, ഭാര്യ ശരിയാവത്തില്ലെന്ന കാര്യം എനിക്കറിയാം. പക്ഷെ അത് പറയാൻ പറ്റൂ. അങ്ങനെ വരും, വന്നു പോകും. പിന്നെ പല പുരക്കാരുണ്ട്, പല സ്വഭാവക്കാരുണ്ട്, അല്പം മോഷണ സ്വഭാവമുള്ളവരുണ്ട്, അല്പം മറ്റു ചില താല്പര്യങ്ങളുള്ളവർ പലരുണ്ട്. പക്ഷെ നിങ്ങൾ ഇവിടെ കൂടിയിരിക്കുന്നവരെല്ലാം സത്യസന്ധമായി ജോലി നോക്കുന്നവരാണ്. ഇതൊരു സേവന മാർഗമാണെന്ന്, ഒരു ഈശ്വര ഇച്ഛയുടെ ഭാഗമായി മറ്റുള്ളവരെ സഹായിക്കുവാനും സ്നേഹിക്കുവാനും നിയുക്തരായിട്ടുള്ളവരുമാണ് നിങ്ങൾ എന്നുള്ള കാര്യം എനിക്ക് വളരെ വ്യക്തമായിരുന്നു. ഈശ്വരൻ നമ്മളെ സൃഷ്ടിച്ചത് മറ്റുള്ളവരെ സഹായിക്കാനും സ്നേഹിക്കുവാനും സഹകരിക്കുവാനും മറ്റുള്ളവരുടെ തെറ്റുകളെ ക്ഷമിക്കുവാനുമാണ് നമ്മൾ ഈശ്വരൻ പറയുന്നത്. ഞാൻ മറ്റുള്ളവരെ സേവിക്കുക എന്നുള്ളത് വ്രതമായെടുത്ത് ഏറെക്കുറെ സത്യസന്ധമായിട്ട് പോകുന്ന നിങ്ങൾക്കൊരാശയമായി ആശയ കേന്ദ്രമായി ഈ ഗുരുവായൂരപ്പൻ അസോസിയേഷൻ നിൽക്കുമ്പോൾ എൻ്റെ അമരക്കാരനായ ശ്രീ അനിൽകുമാർ ചെയ്യുന്ന ഈ പുണ്യകർമ്മങ്ങൾക്ക് എല്ലാവിധ ഈശ്വര അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ. ഞാൻ ഒരുപാട് കഥകൾക്ക് പറയാമെന്ന്, പക്ഷേ അത് വലിയ ഇപ്പം ഞാൻ ഒരുപാട് സമയം ഒരു ഗോകുമാർ വല്ലതും പ്രസംഗിക്കുന്നത് ഞാൻ വിചാരിച്ചു. ഗോകുമാറിനെ എൻ്റെ പ്രസംഗം കേട്ടാണ് വിളിക്കേണ്ടിയിരുന്നത്. പക്ഷേ ആ കുട്ടിക്ക് ഉദ്ഘാടനം എന്തെന്ന് ആശംസ എന്തെന്ന് അതിന് അറിഞ്ഞൂടാ. അപ്പോൾ അത് ആദ്യമേ ഉദ്ഘാടനം ചെയ്ത് പ്രസവിക്കുന്നതിന് ശേഷം ഡോക്ടറെ വിളിക്കുന്നതിന് ശേഷം എന്നെ വിളിച്ച് കുഴപ്പമില്ല. അതുകൊണ്ടായിരിക്കും ഗോകുമാർ കുറച്ച് സംസാരിച്ച്, അല്ലെങ്കിൽ എല്ലാ വർഷവും വരുന്നുകൊണ്ടാകും. അതിന് വളരെ വളരെ സന്തോഷം നിങ്ങളുടെ കാണുമ്പോഴും. നിങ്ങൾ അതിനെക്കുറിച്ചൊന്നും വിഷമം. നിങ്ങൾ ചെയ്യുന്നൊരു മഹത്തായ സേവനമാണ്. ആണിന് ആള് വേണ്ടേ? ഇന്ന് ഞാൻ പറയുന്നത് എൻ്റെ വീട്ടിൽ നിൽക്കുന്ന കുട്ടിക്ക് ആശുപത്രി കിടന്നു, ഈ തൈക്കാട് ആശുപത്രിയിൽ അതിനെക്കുറിച്ച് കൂടെ നിൽക്കാൻ ഒരാളിനെ വേണം. അപ്പോൾ ആ കുട്ടിക്ക് ഒരു വിഷമം, എന്നെ നോക്കാൻ ആളോ? ഞാനിതുപോലുള്ള രോഗികൾക്ക് കൂട്ടിരുന്നതാണ്, എന്നെ നോക്കാൻ ഞാൻ വിഷമിക്കണ്ട. ഒരാളെ വിളിച്ചു, ശമ്പളം കേട്ടപ്പോൾ ഞാൻ ഞെട്ടി. 1500 ചോദിക്കാൻ പറ്റേ കാറായതുകൊണ്ട് 1000 തന്നാൽ മതി. അപ്പം ഞാൻ കണക്കൂട്ടി 1000 രൂപയോ? ഒരു മാസം 30,000 രൂപ കിട്ടിയ കൊള്ളാമല്ലോ. എനിക്ക് പോലും ഇത്ര ശമ്പളമില്ലായിരുന്നു, പെൻഷനില്ലായിരുന്ന കാലം. 1500 ചോദിച്ചാൽ 1000 രൂപ. ഏതായാലും നിങ്ങൾ ഈശ്വര തുല്യരാണെന്ന് തന്നെ ഞാൻ പറയും. ഭഗവാന്റെ അനുഗ്രഹം കിട്ടിയവരാണ്. നിങ്ങൾ കിട്ടുന്ന ജോലിയെക്കുറിച്ച് ഒരു അപകർഷതാബോധവും ഒരു കുറ്റബോധം ഒന്നും തോന്നരുത്. നിങ്ങൾ ചെയ്യുന്ന ജോലി ആത്മാർത്ഥമായി, അവിടെ ചെയ്യുന്ന ജോലി ആത്മാർത്ഥകരമായിരിക്കണം, സുതാര്യമായിരിക്കണം, സത്യസന്ധമായിരിക്കണം. അത് ഈശ്വരൻ നിങ്ങളോടുണ്ടാവും. ഈശ്വരനെ ഇപ്പം നമ്മളെ കാണിക്കാതെ ചില കള്ളത്തരങ്ങൾ കാണിച്ചാൽ ഈശ്വരൻ അത് കാണും. ഈശ്വരന് കാണത്തക്ക രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നിങ്ങൾ ചെയ്യാവൂ. ഈശ്വരൻ തീർച്ചയായിട്ടും നിങ്ങളോടൊപ്പം ഉണ്ടാവും. നിങ്ങളുടെ ഭാവിക്കെല്ലാ ആഗ്രഹങ്ങളും സാധിച്ചു വരുമ്പോൾ നിങ്ങളുടെ മനസ്സിലുള്ള എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചു തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ദിവസത്തിൻ്റെ ഓർമ്മയ്ക്കായി എല്ലാവരുടെയും മനസ്സിൽ ഒരു തുളസി കതിർ സമ്മാനിച്ചുകൊണ്ട് ഈ യോഗം ഞാൻ ഉദ്ഘാടനം ചെയ്ത് പ്രഖ്യാപിക്കുന്നു. എല്ലാവർക്കും സർവൈശ്വര്യങ്ങൾ നേർന്നു. പ്രത്യേകിച്ച് എന്നെ വിളിച്ച് അനിൽകുമാറിനും ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹമുണ്ട്. ഗുരുവായൂരപ്പൻ എല്ലാ മാസവും അദ്ദേഹം ഗുരുവായൂരപ്പനെ കാണാൻ പോകുന്നു. ഞാൻ പറഞ്ഞ എന്നെ കൂടെ മാസം തോറും കൊണ്ടുപോകണം. അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ് ഇനി ഒരുപക്ഷെ ഗോവാറിനപ്പോഴോടൊപ്പം എന്നെ കൂടെ കൂട്ടിയേർക്ക് കൊണ്ടുപോകുന്ന ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ നന്മകളും ഒരിക്കൽ കൂടി ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളെല്ലാ മനസ്സിലുള്ള ആഗ്രഹ സഫലീകൃതമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇനി ഈ പ്രസ്ഥാനത്തെ നിങ്ങൾ ആത്മാർത്ഥമായി വളർത്തിക്കൊണ്ടുവരും. അല്ലെങ്കിൽ സ്ഥാപനം ഉണ്ടെങ്കിലേ നിങ്ങളുള്ളൂ. അപ്പോൾ
നിങ്ങളുടെ ഒരു സ്ഥാപനം കൂടിയാണെന്ന തോന്നലോടുകൂടി അനിൽകുമാറിൻ്റെ കരങ്ങൾക്ക് ശക്തി കൊടുത്തുകൊണ്ട് അനിൽകുമാറിനോടൊപ്പം നമുക്കെല്ലാം ഒരുമിച്ചുകൊണ്ട് ഈ പ്രസ്ഥാനത്തെ മുന്നോട്ട് കൊണ്ടുപോകാം. നമസ്കാരം.